Hi students, data mining classes, module 4 now. Module 4 cluster analysis, outlier analysis, different type of mining like text mining, web mining, അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. So first topic, cluster analysis. Cluster analysis means clustering. Clustering എന്നും അതിന് പറയും is a method of data mining that groups similar data points together. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ സെറ്റിലെ സിമിലർ ഡാറ്റ പോയിന്റ്സുകൾ സിമിലർ ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സുകൾ ഗ്രൂപ്പ് ചെയ്യുന്ന മെത്തേഡിനാണ് ക്ലസ്റ്ററിംഗ് ഓർ ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയും. The goal of cluster analysis is to divide a data set into groups. That means clusters. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ clusters എന്ന് പറയാ. Such that the data points within each group are more similar to each other than to data points in other groups. നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ സെറ്റിന്റെ കീഴിലുള്ളതായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി എല്ലാ പോയിന്റ്സിലും സിമിലാരിറ്റീസ് ഉണ്ടാവും. എനിവേ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓർ ക്ലസ്റ്റേഴ്സ് ആക്കി തിരിക്കുക. അതിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉള്ള ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി തിരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിനൊരു ഗ്രൂപ്പ് ആക്കി തിരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഗ്രൂപ്പിലുള്ള ഡാറ്റ പോയിന്റ്സ് എല്ലാം സിമിലർ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. This process is often used for exploratory data analysis, EDA, exploratory data analysis, and can help identify patterns or relationship within the data that may not be immediately obvious. അഥവാ നമ്മളിങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ഒരു ഈ രീതിയിൽ ഇപ്പൊ ഇതൊരു സിമിലർ പാറ്റേൺ ആണ്, ഇതൊരു സിമിലർ ഗ്രൂപ്പ്, ഇതൊരു സിമിലർ ബിഹേവിയർ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡിഫറെന്റ് പാറ്റേൺസ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു പ്രത്യേകത കാരണമാണ് ഇതിനെല്ലാം സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് വന്ന രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും after the cluster analysis. So that given data is divided into different groups by combining similar object into a group. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലസ്റ്റർ. അപ്പൊ നമുക്ക് ക്ലസ്റ്ററിന് എങ്ങനെ ഡെഫിനേഷൻ കൊടുക്കാം? എ ക്ലസ്റ്റർ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ വിച്ച് ഈസ് ഗ്രൂപ്പ് ടുഗെദർ. ഒരു ഡാറ്റ സെറ്റിലുള്ള ഒരുപാട് ഡാറ്റയുള്ള അതിൽ നമ്മൾക്ക് സിമിലർ ഡാറ്റ വെച്ചിട്ട് ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്ന ആ ഒരു സിമിലർ ഡാറ്റയുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം? കളർ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന് പുറത്തുള്ള ഡാറ്റ പോയിന്റ്സുകളും ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഔട്ട്ലയർ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ക്ലസ്റ്റർ അനാലിസിസ് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, കൺസിഡർ എ ഡാറ്റ സെറ്റ് ഓഫ് വെഹിക്കിൾ ഗിവൺ ഇൻ വിച്ച് ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെന്റ് വെഹിക്കിൾസ് ലൈക്ക് കാർ, ബസ്സസ്, ബൈസിക്കിൾസ്. Okay. As at unsupervised learning, there are no class label. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെഷീൻ ലേണിംഗിലുള്ള കൺസെപ്റ്റ് ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഒരു ക്ലാസ് ലാബിലൊന്നും ഇല്ലാണ്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ക്ലാസ് ലേബലൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിന് കാർസ്, ബൈക്സ് എന്നുള്ള രീതിയിൽ ലേബലൊന്നും വെച്ചിട്ടില്ല. എക്സെട്ര ഫോർ ഓൾ വെഹിക്കിൾസ് all the data is combined and it is not in a structured manner. അപ്പൊ നമ്മൾ കാറും ബസ്സസ്, ബൈസിക്കിൾ എന്നൊക്കെ പോലെ ഫുള്ള് ഡീറ്റെയിൽ ഉള്ള ഒരു വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ അതിനൊരു കാറ്, ബൈക്ക് അല്ലെങ്കിൽ ബൈസിക്കിൾ എന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത് ലാബിൽ ചെയ്ത് വെച്ചതല്ല, ഫുൾ ഒരു സ്ട്രക്ചേർഡ് മാനറിലല്ല. അപ്പൊ നമ്മൾക്ക് നമ്മൾ അതിനൊരു ഗ്രാഫായിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മൊത്തം അത് പരന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇൻ ബിറ്റ്വീൻ എല്ലാ വെഹിക്കിൾസിലും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് കാർസ് ഉണ്ടായിരിക്കും, കുറെ വെഹിക്കിൾ എടുത്താൽ അത് ബൈക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ബസ്സസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പിങ്ങിന്റെ ചാൻസ് അവിടെ ഉണ്ട് അല്ലെ. സോ നൗ അവർ ടാസ്ക് ഇസ് ടു കൺവേർട്ട് ദ അൺലാബിൾഡ് ഡാറ്റ ഇൻ ടു ലാബിൾഡ് ഡാറ്റ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ യൂസിങ് ക്ലസ്റ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഒരു കുറേ പോയിന്റ്സുകൾ ഓരോരോ വെഹിക്കിളിനെ കാണിക്കുന്നതെന്ന് വിചാരിക്കും. കളർ ഇല്ലാത്തതായിട്ട് അസ്യൂം ചെയ്യുക. ഇതെല്ലാം ഓരോ വെഹിക്കിളാണ്, പക്ഷെ അതില് സിമിലാരിറ്റീസ് വരുന്ന കാർസ്, ബൈക്ക് എല്ലാം വരാം. അപ്പൊ അതിനെ ലാബിൽ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ക്ലസ്റ്റർ അനാലിസിസ്. ദ മെയിൻ ഐഡിയ ഓഫ് ക്ലസ്റ്റർ അനാലിസിസ് ഇസ് ദാറ്റ് ഇറ്റ് വുഡ് അറേഞ്ച് ഓൾ ദ ഡാറ്റ പോയിന്റ്സ് ബൈ ഫോമിംഗ് ക്ലസ്റ്റേഴ്സ് ലൈക്ക് കാർസ് ക്ലസ്റ്റർ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ കാർസ്, ബൈക്ക് ക്ലസ്റ്റേഴ്സ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ ബൈക്സ്. ആ രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഓരോന്നിനെ അതിന്റെ സിമിലർ ഡാറ്റ പോയിന്റ്സിനെ ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും.
So simply it is the partitioning of similar object which are applied to unlabeled data. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അൺസൂപ്പർവൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ലാബൽ ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഡാറ്റ സെറ്റാണ്. അതിനെ നമുക്ക് ക്ലസ്റ്റർ അനാലിസിസ് കൊണ്ടുവന്ന് ക്ലസ്റ്റേഴ്സിലേക്ക് അതിനെ മാറ്റി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലസ്റ്ററിങ്? അപ്പം അതിൽ പ്രോപ്പർട്ടീസ് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് വൺ, ക്ലസ്റ്ററിങ് സ്കേലബിലിറ്റി. അത് അങ്ങനെ പറഞ്ഞാൽ nowadays there is a vast amount of data and should be dealing with huge databases. നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹ്യൂജ് ഡാറ്റാബേസ് ആണ്. ഇൻ ഓർഡർ ടു ഹാൻഡിൽ എക്സ്റ്റെൻസീവ് ഡാറ്റാബേസസ് ദ ക്ലസ്റ്ററിംഗ് അൽഗോരിതംസ് ഷുഡ് ബി സ്കേലബിൾ. Data should be scalable. If it is not scalable, then we can't get the appropriate result, which would leads to wrong result. നമ്മൾ ഹ്യൂജ് ഡാറ്റാബേസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം, അതിപ്പോൾ അൺലാബിൾ ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അപ്രോപ്രിയേറ്റ് ആവില്ല. അപ്പം നമ്മൾ അതിനെ ക്ലസ്റ്ററിങ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിലെ സ്കേലബിലിറ്റി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അതിനെ ക്ലസ്റ്ററിങ് സ്കേലബിലിറ്റി മീൻസ് ഇറ്റ് ഷുഡ് ബി സ്കേലബിൾ. നമ്മൾക്ക് സ്കെയിലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കറക്റ്റ് ഗ്രൂപ്പാക്കി തിരിക്കുമ്പം അതിന്റെ ബേസിൽ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഒരിക്കലും റോങ് ആവില്ല. അത്രയും പെർഫെക്റ്റ് റിസൾട്ടിലേക്ക് നമ്മളെ ക്ലസ്റ്ററിംഗ് അനാലിസിസ് എത്തിക്കും. Okay, next is high dimensionality. The algorithm should be able to handle high dimensional space along with the data of small space. വലിയൊരു ഡാറ്റേനെ ഗ്രൂപ്പാക്കി ചെറിയ രീതിയിൽ സ്മോൾ സൈസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയമെൻഷനാലിറ്റി ലെവലിൽ നമുക്ക് ഹൈ ഡയമെൻഷനാലിറ്റി അതിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ ഓരോ ഗ്രൂപ്പിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഡിഫറെന്റ് ഡയമെൻഷൻസ് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് ഈസിലി പറ്റും. നമ്മൾ ഒരുമിച്ചൊരു വലിയ ഹ്യൂജ് ഡാറ്റാ സെറ്റിനെ ഒരുമിച്ച് അനലൈസ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിരിക്കാം. സോ അൽഗോരിതം യൂസബിലിറ്റി വിത്ത് മൾട്ടിപ്പിൾ ഡാറ്റ കൈൻഡ്സ്, അതാണ് തേർഡ് പ്രോപ്പർട്ടി. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് വിത്ത് അൽഗോരിതംസ് of clustering. It should be capable of dealing with different type of data like discrete, categorical and interval based data and binary data etc. അഥവാ നമ്മുടെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിങ്ങിന് നമ്മൾ എനിവേ നമ്മൾക്കൊരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വെച്ചിട്ടായിരിക്കും ക്ലസ്റ്ററിങ് നടത്തുക. അതിന് ഡിഫറെന്റ് അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ ആ അൽഗോരിതംസ് എല്ലാം എനി ഡാറ്റ ടൈപ്പ്, നമുക്ക് ഡിസ്ക്രീറ്റ് ആവാം, നമ്മുടെ ഡാറ്റ കാറ്റഗോറിയൽ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഓർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, അല്ലെങ്കിൽ ഇന്റർവെൽ ബേസ്ഡ് ഡാറ്റ, ബൈനറി ഡാറ്റ, എനി ടൈപ്പ് ഓഫ് ഡാറ്റ ഈ അൽഗോരിതത്തിന് സ്യൂട്ടബിൾ ആയിരിക്കും. ആ രീതിയിലുള്ള അൽഗോരിതംസ് ആണ് ക്ലസ്റ്ററിങ്ങിന് ഉണ്ടാവുക. ഫോർത്ത് പോയിന്റ് ഈസ് ഡീലിംഗ് വിത്ത് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. നമ്മൾ പറഞ്ഞു സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലാബലിന്റെ അണ്ടറിൽ വരുന്ന, ഇപ്പോൾ കാർസിന്റെ അണ്ടറിൽ കുറച്ച് ഡാറ്റ, ബൈക്സിന്റെ അണ്ടറിൽ കുറച്ച് ഡാറ്റ, അങ്ങനെ ആക്ച്വലി ഇൻ ബിറ്റ്വീൻ അത് ഇൻസൈഡ് ഒരു ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെ സിമിലർ ഡാറ്റ ടൈപ്സിനെ, സിമിലർ ഒബ്ജക്ട് ടൈപ്പിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ നമുക്ക് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റാൻ പറ്റും, ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ there would be some databases that contains missing values and noisy and erroneous data. നമ്മൾ ഡാറ്റ ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഡാറ്റ സെറ്റിൽ പെർഫെക്റ്റ് ഡാറ്റയാണ് എല്ലാം എന്ന് പറയാൻ പറ്റില്ല. അതിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കാം, നോയ്സി വാല്യൂസ് ഉണ്ടായിരിക്കാം, എറേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ ഇഫ് ദ അൽഗോരിതംസ് ആർ സെൻസിറ്റീവ് ടു സച്ച് ഡാറ്റ ദെൻ ഇറ്റ് മേ ലീഡ്സ് ടു പുവർ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഡാറ്റ വരുമ്പം അൽഗോരിതം കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല, വെരി സെൻസിറ്റീവ് ടു സച്ച് ഡാറ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളുടെ ക്ലസ്റ്റേഴ്സ് തന്നെ നമ്മൾക്ക് കറക്റ്റ് ക്ലസ്റ്ററിങ് നടത്താൻ പറ്റില്ല. നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നത് ഒരു പുവർ ക്വാളിറ്റിയുള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആൻഡ് ഗീവ് സം സ്ട്രക്ചർ ടു ദ ഡാറ്റ ബൈ ഓർഗനൈസിംഗ് ഇറ്റ് ഇൻ ടു ഗ്രൂപ്പ് ഓഫ് സിമിലർ ഡാറ്റ ഒബ്ജക്ട്സ്. അവിടെയാണ് ക്ലസ്റ്ററിംഗിന്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെ ഇപ്പൊ നോയ്സി ആയിട്ട് കിടക്കുന്നൊക്കെ ഡാറ്റയാണെങ്കിലും നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ചെറിയ ഡാറ്റ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുമ്പം ആ അൽഗോരിതം ഒരു ബെറ്റർ പെർഫോമൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ദിസ് മേക്സ് ദ ജോബ് ഓഫ് ദ ഡാറ്റ എക്സ്പെർട്ട് ഈസിയർ ഇൻ ഓർഡർ ടു പ്രോസസ് ദ ഡാറ്റ ടു ഡിസ്കവർ ന്യൂ പാറ്റേൺസ്. സോ ആഫ്റ്റർ ക്ലസ്റ്ററിംഗ് നമുക്ക് വളരെ നല്ല രീതിയിൽ അതിനെ അനലൈസ് ചെയ്യാനും പാറ്റേൺസും റിലേഷൻഷിപ്പും കണ്ടുപിടിക്കാൻ സാധിക്കും. ഫിഫ്ത്ത് ഈസ് ഇന്റർപ്രറ്റബിലിറ്റി. ദ ക്ലസ്റ്ററിംഗ് ഔട്ട്കംസ് ഷുഡ് ബി ഇന്റർപ്രറ്റബിൾ. നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദ ക്ലസ്റ്ററിംഗ് നമുക്ക് ഇറ്റ് ഈസ് വെരി ഇന്റർപ്രറ്റബിൾ, കോംപ്രഹെൻസിബിൾ ആൻഡ് യൂസബിൾ. ഇന്റർപ്രറ്റബിലിറ്റി റിഫ്ലക്ട്സ് ഹൗ ഈസിലി ദ ഡാറ്റ ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പം നമ്മൾക്ക്
നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു വെഹിക്കിളിൻ്റെ ഫുൾ ഡാറ്റയാണെങ്കിൽ അതിൻ്റെ കാർസ്, ബൈക്സ്, ബൈസിക്കിൾ എന്നൊക്കെ പറഞ്ഞ് ക്ലസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ ചെറിയ ഗ്രൂപ്പിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു ഇൻ്റർപ്രറ്റ്, ഇറ്റ് ഈസ് കോംപ്രഹെൻസിബിൾ, ഇറ്റ് ഈസ് വെരി യൂസബിൾ ഫോർ ഡാറ്റ അനാലിസിസ്. ആ ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ഡാറ്റ സെറ്റിനെ മാറ്റാൻ പറ്റും ആഫ്റ്റർ ക്ലസ്റ്റർ അനാലിസിസ്.